എന്താ ഇത്? ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല. ഒരു പക്ക ക്രിമിനലാ എന്റെ അമ്മ, അതെനിക്കിപ്പോ ഉറപ്പായി. ക്രിമിനലോ? അതെ, പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ക്രിമിനൽസുമായിട്ടാണല്ലോ. ആ മുറിക്കകത്ത് ഇരുന്നപ്പോ അമ്മയുടെ ക്രിമിനൽ മൈൻഡ് വർക്കായി. ഉടനെ ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു. അതാ ഉണ്ടായേ. ശരിയാ, ആ പോലീസ് വന്ന് അവൾക്കൊരു പട്ടവും ചാർത്തി. ഇനി അവൾക്ക് എന്ത് കളിയും കളിക്കാലോ. നമ്മളൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല രാജാ. പോലീസ് വന്നു പോയപ്പോ എന്റെ മനസ്സിൽ മറ്റൊരു ഉഗ്രൻ ഐഡിയ മുളച്ചിട്ടുണ്ട് ചേച്ചി. അതെന്താ ഡാഡി? പോലീസുകാർ മനുഷ്യരല്ലേ, അപ്പോ അവർക്കിടയിൽ നല്ലവര് മാത്രമല്ലല്ലോ ഉണ്ടാവുക. കാശിന് ആവശ്യമുള്ള ഒരുപാട് പോലീസുകാരെ എനിക്കറിയാം. അവരെ വെച്ച് ഞാനൊരു കളി കളിക്കും. ആ ചെറുക്കനെയും പെണ്ണിനെയും എന്തെങ്കിലും കുറ്റം ചാർത്തി അകത്താക്കും. പിന്നെങ്ങനെ അവര് കല്യാണം കഴിക്കാൻ പോകുന്നത് കാണാമല്ലോ. ഈ രാജപ്രതാപനെ അങ്ങനെ ആരും കൊച്ചാക്കിയൊന്നും വേണ്ട. ഫാന്റാസ്റ്റിക് ഡാഡി. അതിന് കാശ് എത്ര ചെലവായാലും അതൊരു നഷ്ടമല്ല. കിടക്കട്ടെ രണ്ടും സർക്കാരിന്റെ ചെലവിലകത്ത്. അത് കൊള്ളാം. ഡാഡി ദേ വരുന്നു. അപ്പുറത്തെ തിരുവാതിര കളിയെല്ലാം ആസ്വദിച്ച എന്റെ സന്തോഷമായിട്ട്. മോളെ, ആ പിശുക്കന്റെ കല്യാണ കാര്യത്തിൽ നീ ഇനി യാതൊരു തരത്തിലും ഇടപെടണ്ട. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇനി മുതൽ അത് നമ്മുടെ വിഷയമേ അല്ല. അതെ ഡാഡി, ഈ വീടിനകത്ത് പോലീസ് വന്നു പോയതിനു ശേഷം ഞാനും അത് ആലോചിച്ചു. അവറ്റകൾ എന്തോ ചെയ്യട്ടെ, അവരായി അവരുടെ പാടായി, നമ്മളായി നമ്മുടെ കാര്യങ്ങളായി. നിക്ക്, മഹാ അക്രമം നീ ചെയ്തത്. അതാലോചിച്ചിട്ട് ഇപ്പോഴും എന്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുക. സ്വന്തം ഭർത്താവിനെയും മകളെയും പറ്റി പോലീസിൽ പരാതി കൊടുത്ത നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? ചെയ്തത് വലിയ തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഉണ്ട് നാത്തൂനെ. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ അത് എന്റെ വലിയൊരു തെറ്റെന്ന് തന്നെയാ തോന്നുന്നേ. അവളെപ്പറ്റി മാത്രം പരാതി കൊടുത്തത് തെറ്റ് തന്നെയാ. എല്ലാത്തിനും പിന്നിൽ പിരികയറ്റി വ്രതമെടുത്ത് കഴിയുന്ന നിങ്ങളെപ്പറ്റിയും പരാതി കൊടുക്കണമായിരുന്നു. സാരമില്ല, ഇനിയും സമയമുണ്ടെന്നേ. എല്ലാവരുടെയും ചെവിയിൽ കുരുട്ടുബുദ്ധി ഓതിക്കൊടുക്കുന്ന പണി നിങ്ങൾ ഒരിക്കലും നിർത്തില്ലല്ലോ. അപ്പൊ അവസരം വരും. അന്ന് ആദ്യം അഴിയണം പോകുന്നത് നിങ്ങളായിരിക്കും, ഒരു സംശയവും വേണ്ട. അനു, അനഘേ, മുത്തശ്ശി, ആരും ഇല്ല ഇവിടെ? ആ ചേച്ചിയോ? എന്താ ചേച്ചി പെട്ടെന്ന് വിളിക്ക് പോലും ചെയ്യാതെ? അനു, നിന്റെ ചേട്ടൻ എവിടെ? മണ്ഡപത്തിനും മറ്റും അഡ്വാൻസ് കൊടുക്കാൻ പോണെന്ന് പറഞ്ഞായിരുന്നു. അങ്കിളുണ്ടോ അകത്ത്? ഇല്ല ചേച്ചി, അച്ഛമ്മയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയതാ. മുത്തശ്ശിക്ക് എന്ത് പറ്റി? അങ്ങനെ കാര്യായിട്ടൊന്നുമില്ല, ഒരു റെഗുലർ ചെക്കപ്പ്. ശരി, നീ നിന്റെ ചേട്ടനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് എപ്പ തിരിച്ചു വരുമെന്ന് ചോദിക്ക്. ചേച്ചി ആകെ ടെൻഷനിലാണല്ലോ. ചേച്ചിയുടെ മുഖവും വല്ലാതിരിക്കുന്നു. ചേട്ടനുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? നീ ഞാൻ പറഞ്ഞത് ചെയ്. ചേട്ടനോട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ. ഹരിച്ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചോ? അനു, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, ചേട്ടനോട് വരാൻ പറ. ചേച്ചി, നീ വിളിക്കുന്നോ ഇല്ലയോ? ശരി, ഞാൻ വിളിച്ചോളാം. മനുഷ്യനെ പറഞ്ഞു വീഴ്ത്താനുള്ള നിന്റെ ഈ കഴിവുണ്ടല്ലോ, അത് അപാരം തന്നെയാ. മണ്ഡപക്കാരനോട് ഒരു 10, കാറ്ററിംഗുകാരനോട് 50. ഐറ്റങ്ങൾ കുറച്ചിട്ടായാലെന്താ, അയാള് സമ്മതിച്ചില്ലേ? ഇവന്റുകാരനും കുറച്ചു 20,000. ഇനി ഇലക്ട്രിസിറ്റിക്കാരനോടും കൂടെ എന്ത് പറയുന്നു ആലോചിക്കും. വല്ല കൺസെഷൻ കിട്ടിയാലോ? പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന. അതിനുള്ള വഴി ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. സാരിയുടെ 1,12,000 ഇനിയും കോമ്പൻസേറ്റ് ചെയ്യാനായില്ലല്ലോ. അതിനി എത്ര കുറയ്ക്കണം? ആലോചിക്കാം, നീ വാ. എന്താ
എടുക്കുന്നില്ലേ? ഇല്ല. ആ വലിയേട്ടൻ വന്നല്ലോ. അയ്യോ അയ്യോ, അന്തരീക്ഷം അത്ര ശരിയല്ല, അതുകൊണ്ട് ഞാൻ വിട്ടേക്കാം. എടാ അഭി, അതെ, ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് ഫോൺ ചെയ്ത് പറ. നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നഴ്സുമാരെ കൊണ്ട് വിളിപ്പിക്കും. അപ്പൊ അവിടെ കാണാം. അല്ല, ഇവിടെ അപ്പൊ അളി ഓൾ ദ ബെസ്റ്റ്. ഹായ്. അയ്യോ, അല്ല, വൈകുന്നേരം കാണാന്നല്ലേ പറഞ്ഞത്, ഇപ്പോഴേ വന്നോ? എന്താ അതിന്, എന്താ പ്രശ്നം? ഇപ്പൊ പറഞ്ഞുതരാം എന്താ പ്രശ്നമെന്ന്. ഇങ്ങോട്ട് വാ. സത്യം പറ, മണ്ഡപക്കാരെയും കാറ്ററിംഗുകാരെയും ഇവന്റുകാരെയൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? അത് പിന്നെ എല്ലാരോടും പറയുന്ന പോലെ ചെറിയൊരു ഡിസ്കൗണ്ട് ചോദിച്ചു. അവരത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. ഹരിച്ചേട്ടൻ അറിയാലോ, അവരൊക്കെ എന്റെ അച്ഛനെ ഓർത്ത് എല്ലാറ്റിനും റേറ്റ് കുറച്ചാ പറഞ്ഞത്. ചിലരൊക്കെ സാധാരണ വാങ്ങുന്നതിന്റെ പകുതിയാ പറഞ്ഞത്. എന്നിട്ട് ചേട്ടൻ അവിടെ പോയി നാണം കെടുത്തിയത് എന്റെ അച്ഛനെയാ. അതിലൊരാൾ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചത് എന്താണെന്ന് അറിയോ? ഇത്രയും വലിയൊരു പിശുക്കനെയാണോ ആദ്യം കല്യാണം കഴിക്കാൻ പോണേന്ന്. അത് കേട്ടെന്റെ ചെവി അങ്ങ് പൊട്ടിപ്പോയി. ചേടാ, ഡിസ്കൗണ്ട് തരാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ, ചുമ്മാ ആളെ കൊച്ചാക്കുന്ന മാതിരി. ഇതെന്നെ പിന്നീന്ന് കുത്തും പോലെയല്ലേ അവരൊക്കെ ആതിരെ ഫോൺ ചെയ്ത. ആ മണ്ഡപക്കാരൻ സൂത്രത്തിലെ കറണ്ട് ബില്ല് നമ്മുടെ തലയിൽ വെച്ചു. കാറ്ററിംഗുകാരനോ? അവനൊരു ഫ്രോഡാണെന്നാ എനിക്ക് തോന്നിയേ. 28 ഐറ്റം എന്നാ പറഞ്ഞത്, പലതും റിപ്പീറ്റ് ആണെന്നേ. ഒന്നിൽ ചുവന്ന മുളകാണെങ്കിൽ മറ്റേതിൽ പച്ചമുളക്, അത്രേ ഉള്ളൂ വ്യത്യാസം. പറ്റിക്കലല്ലേ അത്? 28 ഐറ്റം ഒക്കെ വേസ്റ്റ് അല്ലെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോ അയാൾ ഐറ്റങ്ങൾ 20 ആക്കി. എന്നിട്ടൊരു ഫേവർ പോലെ ഒരു എമൗണ്ട് കുറച്ച് തന്നു. വാചകം വേണ്ട. എന്താ അവിടെ ഉണ്ടായെന്ന് അവർ കൃത്യമായി പറഞ്ഞു തന്നു. ഭാഗ്യത്തിന് വിളിച്ചത് എന്നെയാ. അച്ഛനെയും മറ്റോ ആയിരുന്നെങ്കിലോ ഇതൊക്കെ അച്ഛൻ എത്ര വിഷമം ഉണ്ടാക്കുമായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ എന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കണം. ഇല്ലെങ്കിലേ അത് നടക്കണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. എന്താ അതിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കുഴപ്പം സംഭവിച്ചില്ലല്ലോ. അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്താം. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ശരി, പറയാം.